1,60,000 ഈ ഓയിലിൻ്റെ കപ്പാസിറ്റി പറയുന്നത്, അല്ലെങ്കിൽ ലൈഫ് പറയുന്നത്, അഥവാ 15 ഇയേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളായിട്ട് ഇതൊന്നും മാറാൻ പോകരുത്. ഇവർക്കെങ്കിലും സംശയം തോന്നുന്നു ഇത് ഫെയിലായി പോയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻസേഴ്സിന് കംപ്ലയിൻറ്റ് വന്നാലോ ഈ യൂണിറ്റ് വർക്ക് ചെയ്യാകത്തില്ല. അതായത് 4 സെൻസേഴ്സ് വരുന്നുണ്ട്. ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് അഥവാ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഒരു എൻജിൻ റൂം തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അറിയാവുന്ന ആൾക്കാർ ഈ വീഡിയോ കാണണ്ട എന്ന് തന്നെ ഞാൻ പറയും. അറിയാൻ മേലാത്ത ആൾക്കാർ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോണം. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു വാഹനത്തിൻ്റെ ഹുഡ് തുറക്കുമ്പോൾ അഥവാ ബോണറ്റ് തുറക്കുന്ന സമയത്ത് അതിനകത്ത് കാണുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം ഞാൻ കളയുന്നില്ല. ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഹുഡ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോർഷൻ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു റബ്ബറിൻ്റെ കവർ, ചില വാഹനത്തിൽ ഇത് കുറച്ചുകൂടെ ഉള്ളിലായിരിക്കും, മിക്ക വാഹനത്തിൽ ഇത് ഫ്രണ്ടിൽ തന്നെയായിരിക്കും. ഇതൊരു സ്ട്രട്ട് ബുഷ് അഥവാ നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്ക്, ഈ കാണുന്ന ഒരു ഷോക്ക് അബ്സോർബർ, ഈ സ്പ്രിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സ്പ്രിങ്ങിൽ വരുന്നതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ബുഷും അതിൻ്റെ ബോൾട്ടുമാണ്. അപ്പോൾ ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാപ്പ് മാത്രമാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ സൈറൻ യൂണിറ്റാണ്. ഈ സൈറൻ യൂണിറ്റ് 2 സ്ഥലത്ത് വരും. ഒന്നെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ടും വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതങ്ങനെ. ഇനി ഇതുപോലത്തെ ഒരു വലിയ പൈപ്പ് കാണും. ഇതാണ് നമ്മുടെ AC-യുടെ ലോ പ്രഷർ പൈപ്പ് വരുന്നത്. ഇവിടെ റബ്ബറും ഇവിടെ ഈ പറയുന്ന ഒരു അലുമിനിയം ആണ് വരുന്നത്. റബ്ബർ എന്തുകൊണ്ട് കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഡാമ്പ് ചെയ്യാനും, വൈബ്രേഷൻസ് വരുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് മെറ്റൽ പൈപ്പ് കൊടുക്കാതെ അവിടെ റബ്ബർ പൈപ്പ്സ് കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം. AC വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് AC ഇട്ട് ഈ ലോ പ്രഷർ, അതായത് എല്ലെന്ന് എഴുതിയിരിക്കുന്ന പൈപ്പിലൊന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇത് കൂളാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിക്ക് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അകത്ത് AC കൂളിംഗ് ഉണ്ടെന്ന് തന്നെ. അത് കഴിഞ്ഞ് ഇങ്ങനൊരു പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ ഡോട്ട് എന്ന് എഴുതിയിരിക്കുന്ന, .3 .4 എഴുതിയിരിക്കുന്നതാണ് ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യേണ്ട സ്ഥലം. ഇവിടെ ബ്രേക്ക് ഫ്ലൂയിഡ് മാത്രം ഫില്ല് ചെയ്യുള്ളൂ. അവിടെ ലെവൽസും കൊടുത്തിട്ടുണ്ട്, മിനിമമും മാക്സിമമും കൊടുത്തിട്ടുണ്ട്. മാക്സിമത്തിൻ്റെ മേളിലോട്ട് ഒരു കാരണവശാലും പോകാൻ പാടില്ല, പോയാൽ കുഴപ്പമാണ്. അതുപോലെ തന്നെ തൊട്ട് ബാക്കിലൊരു വലിയ കറുത്ത കുറ്റി കാണും ഇതിൻ്റെ തൊട്ട് ബാക്കിൽ, അതാണ് ബ്രേക്ക് ബൂസ്റ്റർ എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനൊരു റബ്ബർ പൈപ്പ് കാണാം. ഇത് ഊരിക്കളഞ്ഞാലും വാഹനം ഓടുകയൊക്കെ ചെയ്യും, പക്ഷേ ഇത് എയർ ഇൻടേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്താണ് എയർ ഫിൽറ്റേഴ്സ് വരുന്നത്. എയർ ഫിൽറ്റേഴ്സ് അഴിക്കാൻ സിമ്പിളാണ്. ഈ 2 ക്ലിപ്പ് ഊരിക്കഴിഞ്ഞാൽ ഇത് പൊക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ആരും അത് ചെയ്യരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. അറിയാവുന്നവർ മാത്രം അതിലിട്ട് പണി ചെയ്യാം. എഞ്ചിൻ ഓയിൽ ഒഴിക്കേണ്ട ക്യാപ്പാണ് ഈ വരുന്നത്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഇത് അഴിക്കേണ്ട കാര്യമില്ല. ഇതാണ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഡിപ്പ് സ്റ്റിക്ക് വരുന്നത്. ഈ സ്റ്റിക്ക് എടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും ആവശ്യമുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം ചുമ്മാ തമാശയ്ക്കൊന്നും എടുത്ത് നോക്കരുത് എന്ന് തന്നെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് തൊട്ട് ഫ്രണ്ടിലോട്ട് വന്നു കഴിയുമ്പോൾ ഈ ഒരു പോർഷൻസ്, ഇവിടെ ഒരു ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊരു എക്സോസ്റ്റ് മാനിഫോൾഡ് ലൈനാണ്. അപ്പോൾ ഇത് എക്സോസ്റ്റ് മാനിഫോൾഡ്, ഈ കാണുന്ന കാറ്റലിറ്റിക് കൺവേർട്ടറാണ്, ഈ കാണുന്ന ഓക്സിജൻ സെൻസർ അഥവാ O2 സെൻസർ എന്ന് പറയും. ഇതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു O2 സെൻസറും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അവിടെ ഒരു O2 സെൻസറും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഡ്യുവൽ O2 സെൻസേഴ്സാണ് ഇപ്പം വരുന്ന വാഹനങ്ങൾക്കെല്ലാം വരുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ പൈപ്പുകളാണ് AC കംപ്രസറിലോട്ടാണ് കയറുന്നത്. അതായത് ഈ 2 പൈപ്പ് കയറുന്ന AC കംപ്രസർ, അതാണ് കംപ്രസർ യൂണിറ്റ്. ഇനി തൊട്ട് ബാക്കിൽ കാണുന്ന അങ്ങറ്റത്തുള്ളതാണ് ഓൾട്ടർനേറ്റർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് ഓൾട്ടർനേറ്റർ യൂണിറ്റ്. ഈ കാണുന്നത് നമ്മുടെ വാട്ടർ പമ്പാണ്. അതായത് നമ്മുടെ കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടർ പമ്പ് യൂണിറ്റാണ് അവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ മൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു വാഹനത്തിൽ നോർമലി 3 എൻജിൻ മൗണ്ടിങ് ആണ്. ഒന്നിവിടെ, ഒന്ന് ഈ സൈഡിൽ, ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു മൗണ്ടിങ് വരുന്നുണ്ട്, ഒന്ന് ഏറ്റവും സെൻറ്റർ പോർഷനിലായിട്ട് ഒരു മൗണ്ടിങ്. അങ്ങനെ മൊത്തം 3 മൗണ്ടിങ്ങിലാണ് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ നിൽക്കുന്നത്. അപ്പം മൗണ്ടിങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ ഫുൾ വൈബ്രേഷൻ, അതായത് എൻജിൻ വൈബ്രേഷൻ അകത്തിരിക്കുന്ന വ്യക്തികൾക്കും പിടിക്കുന്ന സ്റ്റിയറിംഗ് വീലിലും ബോഡിയിലും എല്ലാം വളരെ കൃത്യമായിട്ട് ആ വൈബ്രേഷൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എൻജിൻ മൗണ്ടിങ് കംപ്ലയിൻ്റ് ആയെന്നുള്ളത്. ഇതൊരു AMT വാഹനം അഥവാ ഒരു AGS വാഹനമായതുകൊണ്ട് ഇതിൻ്റെ ഗിയർ ബോക്സ്, അതായത് ഈ താഴെ കാണുന്നതാണ് ഗിയർ ബോക്സ് യൂണിറ്റ്. ഗിയർ ബോക്സ് യൂണിറ്റിൻ്റെ മേളിലായിട്ട് ഒരു യൂണിറ്റ് വരുന്നുണ്ട്. ഈ യൂണിറ്റാണ് AMT യൂണിറ്റ് അഥവാ AGS യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈ യൂണിറ്റ് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, ഇതിനകത്ത് ഓയിൽസോ കാര്യങ്ങളൊന്നും മാറേണ്ട കാര്യമില്ല, അതെല്ലാം കമ്പനിയിൽ തന്നെ അവർ മാറിക്കോളും. 1,60,000 ഈ ഓയിലിൻ്റെ കപ്പാസിറ്റി പറയുന്നത്, അല്ലെങ്കിൽ ലൈഫ് പറയുന്നത്, അഥവാ 15 ഇയേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളായിട്ട് ഇതൊന്നും മാറാൻ പോകരുത്. എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ വന്ന് ഷോറൂമിൽ കൊണ്ട് കാണിക്കുമ്പോൾ അവർ ആവശ്യം ഉണ്ടെങ്കിൽ മാറി തരുന്നതായിരിക്കും.
പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ഒരു ബ്ലാക്ക് ബോക്സ് കാണാൻ സാധിക്കും. ഇതൊരു ചാർക്കോൾ കാനിസ്റ്റർ ആണ്. ഈ കാനിസ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് ഒക്കെ ഫില്ല് ചെയ്തിട്ടെന്ന് പറഞ്ഞാലും ഈ പെട്രോൾ ആവിയാകുന്നുണ്ട്. ആ ആവിയായി പോകുന്ന ഫ്യൂംസിനെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്ന ഈ ഒരു ചാർക്കോൾ കാനിസ്റ്റർ ആണ്. എപ്പോഴാണ് നമ്മുടെ വാഹനത്തിന് കൂടുതൽ പവർ വേണ്ടി വരുന്നത്, അന്നേരം പെർജ് കൺട്രോൾ വാൽവ് എന്ന് പറഞ്ഞ വാൽവ് ഓപ്പറേറ്റ് ചെയ്ത് ഇതിനകത്തുള്ള ഫ്യൂംസിനെ വലിച്ച് നേരെ മാനിഫോൾഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ബ്രേക്കിൻ്റെ ABS യൂണിറ്റ് കാണാൻ സാധിക്കും. അതായത് ഇതുപോലത്തെ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നൊരു യൂണിറ്റ് നിങ്ങൾ മിക്ക വാഹനത്തിനും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബൈക്കിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ബ്രേക്കിൻ്റെ ABS യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഏത് ടയറിലോട്ട് പ്രഷർ കൊടുക്കണം, അല്ലെങ്കിൽ ഏത് ടയറിലോട്ട് മാത്രം ബ്രേക്കിംഗ് കൊടുക്കണം, ഏത് ടയറിലോട്ട് ബ്രേക്കിംഗ് കൊടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന യൂണിറ്റാണ് ഈ പറയുന്ന ABSൻ്റെ മൊഡ്യൂൾ യൂണിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുന്നു ഇത് ഫെയിലായി പോയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻസേഴ്സിന് കംപ്ലയിൻറ്റ് വന്നാലോ ഈ യൂണിറ്റ് വർക്ക് ചെയ്യാകത്തില്ല. അതായത് 4 സെൻസേഴ്സ് വരുന്നുണ്ട്. 4 ടയറിൽ ഓരോ സെൻസർ വെച്ചാണ് വരുന്നത്. ഈ സെൻസറിൻ്റെ റീഡിംഗ് വെച്ചാണ് നമുക്കിവിടെ ABS വർക്ക് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒരു സെൻസർ ഫെയിലായ കംപ്ലീറ്റ് സിസ്റ്റം സ്റ്റോപ്പ് ആവും. സാധാരണ ബ്രേക്കിംഗ് മാത്രം നമ്മുടെ വാഹനത്തിൽ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. പിന്നെ നമ്മുടെ മെയിൻ കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി. ഈ ബാറ്ററി നിങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുറന്നു നോക്കുക. ക്ലാവോ വല്ലതും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് അഴിച്ച് ക്ലീൻ ചെയ്തോണം. അതുപോലെ തന്നെ തൊട്ട് സൈഡിൽ വരുന്ന ഇതൊരു ഫ്യൂസ് കേസാണ്. ഈ ഫ്യൂസ് കേസിനകത്ത് ഏതെങ്കിലും രീതിക്ക് വല്ലതും വർക്ക് ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫ്യൂസ് കേസ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം പവർ സ്റ്റിയറിംഗ് ആണ് PS, ECM, CPRSP എന്ന് പറഞ്ഞ കംപ്രസറാണ്, HBAR-L എന്ന് പറഞ്ഞ ഹെഡ്ലൈറ്റ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ട് മനസ്സിലാക്കി ആദ്യം സ്വന്തമായിട്ട് അത്യാവശ്യം പണി അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം പുറത്തോട്ട് വല്ലതും കൊടുക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ, മേജറായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ സ്വന്തമായിട്ട് പരീക്ഷണം നടത്തണ്ട. എത്രയും പെട്ടെന്ന് നമ്മുടെ സർവീസ് സെൻറ്ററിൽ ഇൻഫോം ചെയ്യുക. അവിടുത്തെ ആൾ വന്ന് നോക്കി ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് അവർ റെഡിയാക്കിക്കോളും. നമ്മളായിട്ട് പണി പിടിക്കാൻ പോകണ്ട. ഈ കാണുന്നതാണ് നമ്മുടെ എഞ്ചിൻ കൂളൻ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് റിസർവ് ടാങ്ക് ആണ്. റിസർവ് ടാങ്ക് ഇവിടം വരെ ഒരു കാരണവശാലും ഫില്ല് ചെയ്യേണ്ട. ഇതിനകത്ത് മാക്സിമം ലെവലുണ്ട്. ആ മാക്സിമം ലെവൽ വരെ മാത്രം ഫില്ല് ചെയ്യാവുള്ളൂ. കൂളൻ്റ് അഥവാ ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രം ഫില്ല് ചെയ്യാവുള്ളൂ. പച്ചവെള്ളം ഒരു കാരണവശാലും ഫില്ല് ചെയ്യരുത്. ഈ പറയുന്ന മെറ്റൽ ക്യാപ്പ് തണുത്തിരിക്കുന്ന കണ്ടീഷൻ, അതായത് വളരെ കോൾഡ് കണ്ടീഷനിൽ മാത്രം ഓപ്പൺ ചെയ്യാവുള്ളൂ. ചെറിയ ചൂടെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും നിങ്ങളിത് ഓപ്പൺ ചെയ്യരുത്. ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മിക്കവാറും നമുക്കൊരു ബ്ലൂ ക്യാപ്പ് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സ്ക്രീൻ വാഷ് അഥവാ വാഷർ സ്പ്രേയിലോട്ട് വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം.